ഇതിൽ മേഘന നന്ദൻ എന്ന വ്യക്തി മറ്റാരുമല്ല, മംഗലാപുരത്തുള്ള സുപ്രസിദ്ധ നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചെയർമാനായ മിഥുൻ നന്ദന്റെ ഭാര്യയാണ് മേഘന നന്ദൻ. മൃതദേഹങ്ങൾ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മേഘന പോയ ബസ്സാണല്ലോ ഈശ്വര അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അത് നന്നായി പോയി. അത്ര വലിയ ചതിയല്ലേ അവള് കാണിച്ചേ. ഇന്നത്തെ കാലത്ത് ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാൻ അടുത്ത ജന്മം വരെ കാത്തിരിക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കാറില്ല. അവള് ചെയ്ത പാപത്തിന് തക്ക ശിക്ഷ തന്നെ ദൈവം കൊടുത്തത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്റെ മനസ്സ് നോവിച്ചിട്ട് പോയതിന് ഇവിടെ കൊണ്ട് ദൈവം ഒതുക്കിയില്ലെന്ന് ഓർത്താ മതി. വലിയേട്ടാ, മേഘനടുത്തെ കുറിച്ചാണ് വലിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? മേഘന ഒരു അല്പം പോലും ദയയോ സഹതാപോ അർഹിക്കുന്നില്ല. മിഥുൻ, മേഘനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. അവള് പാവാടാ. പാവോ? എപ്പോഴാ മോം അവളുടെ ഭാഗം ചേർന്നത്? അവള് കാണിച്ച ദ്രോഹത്തിന് ഇതൊന്നും പോരെന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഭൂമി ജീവിച്ചിരുന്നോണ്ട് അവൾക്കാരെയും ചതിക്കാൻ അവസരം കിട്ടില്ലല്ലോ. അവളുടെ അവസാനത്തെ ഇരയായി അവശേഷിക്കാനായി എന്റെ വിധി. ഇനി ഒരാള് പോലും അവളുടെ ദ്രോഹത്തിന് ബലിയാവാതിരിക്കാനാ ദൈവം മേലോട്ടെടുത്തത്. പോയി തൊലയട്ടെ പിശാച്. മിഥുൻ, മതിയുടെ നിർത്ത്. മേഘനയെ കുറ്റം പറയരുത്. അവൾ എന്തിനെങ്ങനെ ഒരു അറ്റകൈ പ്രയോഗം നടത്തിയെന്ന് നിനക്കറിയില്ല. ഇനിയിപ്പോ ഇതിൽ അറിയാൻ എന്താ ബാക്കിയിരിക്കുന്നേ? മേഘന നമുക്ക് എല്ലാവർക്കും വേണ്ടി. നീ മിണ്ടാതിരിക്ക. അവൻ പറയുന്നത് കേട്ടില്ലേ? നമ്മുടെ മേഘനയെ കുറിച്ച് എന്തൊക്കെയാ അവൻ പറയുന്നത്? നടന്ന കാര്യങ്ങളൊക്കെ അവൻ കൂടി അറിയട്ടെ. മിഥുൻ, അരുണിമേ, നീ ഒന്നും മിണ്ടാതിരിക്ക. അതെങ്ങനെ ചെയ്യട്ടാ? ഇനിയെങ്കിലും അവൻ സത്യങ്ങൾ ഞാൻ പറയുന്നത് കേക്ക്. അതെങ്ങനെ ചെയ്യട്ടാ? ഞാനിവനെ എന്ത് ചെയ്യട്ടാ? അവനോടെല്ലാം പറയണ്ടേ? സത്യാവസ്ഥ അറിയണ്ടല്ലോ അവൻ അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. മരണത്തിലെങ്കിലും അവള് നല്ലവളാണെന്ന് അവൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ആത്മാവ് പോലും നമ്മളോട് പൊറുക്കില്ല. ചേട്ടാ, ചേട്ടൻ വാ, അവനോട് എനിക്ക് എല്ലാം തുറന്നു പറയണം. വാ. അത് വേണ്ട അരുണിമേ. വേണ്ടെന്നോ? അതെന്താ ചേട്ടൻ അങ്ങനെ പറയുന്നത്? അവന്റെ ഭാര്യയാണ് മരിച്ചത്. അപ്പൊ അവനത് അറിയണ്ടേ? അവളുടെ ത്യാഗം എത്ര വലുതാണെന്ന് അവൻ മനസ്സിലാക്കണ്ടേ? അതൊന്നും ഇനി വേണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. ചേട്ടൻ ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴെങ്കിലും അവൻ സത്യം അറിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ മേഘനയെ പഴിച്ചുകൊണ്ടിരിക്കില്ലേ? അവസാനം വരെ അവൻ മേഘനയെ ഒരു ദ്രോഹിയായിട്ട് മാത്രമേ കാണുള്ളൂ. ചേട്ടാ, കണ്ടോട്ടെ അരുണിമേ, അതിനെന്താ തെറ്റ്? അതെന്താ ചേട്ടാ? ചേട്ടൻ എപ്പോഴാ ഇത്ര ക്രൂരനായി മാറിയത്? എന്താ ചേട്ടന്റെ മനസ്സിലെ ഉദ്ദേശം? അരുണിമേ, മേഘനെ അവനെ ചതിച്ചു എന്നുള്ള ചിന്ത പോലും ഇന്നലെ അവന്റെ സമനില തെറ്റിച്ച് കളഞ്ഞത് നീ കണ്ടതല്ലേ? ഇന്ന് അവൾ ഈ ലോകത്ത് പോലും ഇല്ലെന്നുള്ള കാര്യം ഓർക്കണം. ഇങ്ങനെ ഒരു അവസരത്തിൽ അവനോട് ഒരുപാട് ചിന്തിച്ചു വേണം നമ്മൾ സംസാരിക്കാൻ. നമ്മുടെ മരുമോള് പോയി. മരണത്തിൽ പോലും നമ്മളെ അവള് രക്ഷിച്ചിട്ടാ പോയെന്ന് ഓർക്കണം. ആ ദേവതയ്ക്ക് ഭൂലോകത്തേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാനാവില്ലെന്നറിഞ്ഞ നിന്റെ മോന് ആ കുറ്റബോധത്തിൽ നിന്ന് കരകയറാൻ പറ്റുമോ? ഈ ഒരു സംഭവത്തോടു കൂടി ചിലപ്പോൾ നമുക്ക് നമ്മുടെ മോനെ തന്നെ നഷ്ടപ്പെട്ടെന്നിരിക്കും. മേഘനയെ കുറിച്ച് മാത്രം ചിന്തിച്ച് കുടിച്ചും വലിച്ചും നടന്ന് അവൻ നരകിച്ചു മരിക്കും. തന്റെ ഭാര്യ നല്ലവളാണെന്ന് അറിയുന്ന നിമിഷം ഇപ്പോഴുള്ള ദേഷ്യം അവൻ മറക്കും. അതൊരു വലിയ കുറ്റബോധമായി പശ്ചാത്താപമായി മാറും. പക്ഷെ ഒരു മാപ്പ് പറയാൻ പോലും തിരിച്ചു വരാൻ
മേഘനയ്ക്കാവില്ലെന്ന് തിരിച്ചറിയുമ്പോ അവന് പിന്നെ പിടിച്ചു നിൽക്കാനായെന്ന് വരില്ല. എന്ന് കരുതി എത്ര കാലം ഈ സത്യം മറച്ചു വെക്കുക? നമ്മള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേഘനമോളുടെ ജീവിതാവസാനം വരെ അവന്റെ കാഴ്ചപ്പാടിൽ ഒരു കുറ്റവാളിയായി തന്നെ അവശേഷിക്കണമെന്നാണോ? അതേ അരുണിമേ, അതേ വഴിയുള്ളൂ. ചെറുപ്പത്തിലെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടവളാ. വളർന്നപ്പോ അപ്പൂപ്പനെയും നഷ്ടപ്പെട്ടു. ഇപ്പം മറ്റു പലരുടെയും സ്വാർത്ഥതയുടെ പേരിൽ സ്വന്തം ഭർത്താവിനെയും നഷ്ടപ്പെട്ട് ഒടുവിലിതാ സ്വന്തം ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രീരാമചന്ദ്രന്റെ സീതാദേവിയുടെ ജാതകമാ നമ്മുടെ മരുമോള് മേഘനയ്ക്കും കിട്ടിയിരിക്കുന്നത്. അത്ര തന്നെ അവളും അനുഭവിച്ചു. മേഘനയുടെ വിധിയിൽ ആ ദൈവം എന്നും കഷ്ടപ്പാടുകൾ മാത്രമാണ് എഴുതിയിട്ടിരുന്നത്. സുഖവും സമാധാനവും അവൾക്ക് വിധിച്ചിട്ടില്ല. മൂന്ന് മാസങ്ങൾക്ക് ശേഷം ശ്രീമദ് രാമചന്ദ്ര മഹാരാജാവിന് നമോ നമഃ. അന്നൊരു നാൾ കേവലം ഒരു പ്രജയുടെ സംശയത്തിന്റെ ജൽപ്പനങ്ങൾ പുരുഷോത്തമനെ കൊണ്ട് സീതാദേവിയെ കാനനത്തിൽ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. പക്ഷെ ദേവിയുടെ വിയോഗം ശ്രീരാമചന്ദ്രനെ അഗാധ ദുഃഖത്തിലാഴ്ത്തി. അവന്റെ കണ്ണുനീർ അളന്നു കുറിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് 7 സമുദ്രങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. അവന്റെ ഹൃദയം നുറുങ്ങി ഉതിർന്നതിന്റെ വേദന 1000 അഗ്നിപർവ്വതങ്ങളുടെ പൊട്ടിത്തെറിയേക്കാൾ വലുതായിരുന്നു. സീതേ 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 എന്ന് ചിത്തഭ്രമം ബാധിച്ചവനെ പോലെ വിലപിച്ചു. ചുറ്റും ആവരണം ചെയ്തിരുന്ന കുളിർക്കാറ്റ് പോലും ആ വേദനയുടെ ശോകസമുദ്രത്തിൽ ആഴ്ന്നുപോയി. ഊണുമുറക്കവുമില്ലാത്ത ദിനരാത്രങ്ങൾ, ആ വിരഹാഗ്നിയിൽ ഓമൽ കുസുമങ്ങൾ പോലും വിടരാനാകാതെ മുട്ടുകളായി തന്നെ വാടി അടർന്നു വീണു. കാലത്തിന്റെ കോലത്തെ പഴിക്കാനാവാതെ രംഗബോധമില്ലാതെ കയറി വന്ന മരണമെന്ന കോമാളിക്ക് മുന്നിൽ സകലതും നഷ്ടപ്പെട്ട് വിരഹത്തിലാണ്ടുപോയ പതിദേവനായി പത്നിയെ നഷ്ടപ്പെട്ട ശ്രീരാമചന്ദ്രൻ മരിച്ചും ജീവിക്കുകയായിരുന്നു. സീതാവിയോഗത്തോടുകൂടി ശ്രീരാമചന്ദ്രനുണ്ടായ ദുഃഖം അതികഠിനമായിരുന്നു. സകലതും മറന്ന് തന്നിലേക്ക് മാത്രം ഒതുങ്ങി കാരാഗൃഹവാസത്തിലായിരുന്നു സാക്ഷാൽ ശ്രീരാമൻ. സീതാദേവി ഇല്ലാത്ത ആ അന്തഃപുരം ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ദൈവമില്ലാത്ത ശ്രീമൂലസ്ഥാനം പോലെയായിരുന്നു. മിഥുൻ, നമുക്കൊന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാം. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന ഓരോന്ന് ചിന്തിച്ചു കൂട്ടും. മഞ്ജരി പ്ലീസ് ലീവ് മീ അലോൺ. എഴുന്നേക്ക് മിഥുൻ, എഴുന്നേക്ക് പ്ലീസ്. നിന്നെ ആരാ അങ്ങോട്ട് വിളിച്ചത്? എന്താ നിന്റെ ഉദ്ദേശം? എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. നിന്റെ ഈ കാരാഗ്രഹവാസം തുടങ്ങിയിട്ട് 3 മാസമായി. നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഒന്നും ഇല്ല മിഥുൻ. അതിരിക്കട്ടെ, ഇത് മേഘനയോടുള്ള ദേഷ്യം കൊണ്ടാണോ അതോ അവളോടുള്ള സ്നേഹ കൂടുതലാണോ? വെറുപ്പാണെന്ന് കൂട്ടിക്കോ. വെറുപ്പുള്ള മനുഷ്യരെ കുറിച്ച് ആരും ഇങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷെ നീ എന്താണ്
അവളെ തലയ്ക്കകത്ത് കയറ്റി വെച്ചോണ്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുകയാണല്ലോ. മേഘനയെയും അവൾ ചെയ്ത ദ്രോഹത്തെയും മറക്കാനാണ് ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നേ. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല എന്നുള്ളത് സത്യം. എന്ത് ചെയ്യാം? എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും അതിനെനിക്ക് കഴിയുന്നില്ല. ഇതിൽ നിന്നൊരു മാറ്റം കിട്ടണമെങ്കിൽ, ഒരു പുതിയ ജീവിതം തുടങ്ങണമെങ്കിലും നമ്മുടെ കല്യാണം നടത്തണം മിഥുൻ. നമ്മൾ ഒരു പുതിയ ജീവിതം തുടങ്ങിയാൽ മാത്രമേ നിനക്ക് നിന്റെ പഴയ ജീവിതം മറക്കാൻ സാധിക്കൂ. അതിന് അവളെ മറന്ന ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ട് വേണ്ടേ? എനിക്ക് നീ കുറച്ചുകൂടി സമയം തരണം മഞ്ജരി. അതുവരെ നീ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യാൻ വരരുത്. മേഘന മിഥുന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്കൊരല്പം സമാധാനം കിട്ടുമെന്നാ കരുതിയത്. പക്ഷെ ആ മേഘന ഈ ലോകത്തുനിന്ന് തന്നെ പോയിട്ടും എന്റെ ജീവിതത്തിന് ഒരു ഗതി ഉണ്ടാവുന്നില്ലല്ലോ. എന്തായിരുന്നുമേ? എന്താ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? ഭാർഗവ പണിക്കരെ, അങ്ങേക്കെല്ലാം അറിയാവുന്നതല്ലേ. ഭാവി പ്രവചിക്കുന്ന വ്യക്തിയാണ്. പ്രവചിച്ചതെല്ലാം സത്യമായിട്ടുണ്ട് താനും. മിഥുന്റെ ജീവിതത്തിലെ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്ന അങ്ങേക്ക് മേഘനയുടെ മരണത്തെക്കുറിച്ച് പറയാൻ കഴിയാഞ്ഞതെന്താ? അതോ പറയാതിരുന്നതാണോ? ഒരു മുന്നറിയിപ്പെങ്കിലും തരാമായിരുന്നില്ലേ? ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നതിനേക്കാൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാറുണ്ടേ. എന്താ ഭാർഗവ പണിക്കരേത്? നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രകൃതിയിൽ സത്യങ്ങൾ ഉള്ളതുപോലെ തന്നെ നുണകളുമുണ്ടെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്നാൽ ആകാശത്ത് നിൽക്കുന്ന അമ്പിളിയമ്മാവനെ ജലാശയത്തിലും കാണാൻ സാധിക്കും. അതിൽ നിന്നും കൈക്കുമ്പിളിലേക്ക് കോരിയെടുത്ത വെള്ളത്തിലും കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം അമ്പിളിയമ്മാവൻ കൈക്കുമ്പിളിലാണെന്നോ ജലാശയത്തിലോ ആണെന്നോ അല്ലല്ലോ. അമ്പിളിയമ്മാവൻ എപ്പോഴും ആകാശത്ത് തന്നെയാണുള്ളത്. നിങ്ങളുടെ കൈക്കുമ്പിളിലാണെന്നുള്ളതാണ് നുണ എന്ന് പറഞ്ഞ മേഘന മരിച്ചുപോയെന്ന് നിങ്ങൾ കരുതുന്നത് മിഥ്യയാണ്. മേഘന ജീവിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. നിങ്ങൾ എന്താ ഭാർഗവ പണിക്കരെ പറയുന്നത്? മേഘന ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ? മറ്റുള്ളവരെ രക്ഷിക്കുന്ന ജാതകമാണ് മേഘനയുടേത്. അതൊരിക്കലും അപകടത്തിൽ സ്വയം ചെന്ന് ചാടില്ല. എന്നിട്ടും മേഘനയെല്ലാം ഉപേക്ഷിച്ച് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് തിരിച്ചു പോയില്ലേ? ഞങ്ങൾ കണ്ടതും കേട്ടതും ഒന്നും മിഥ്യയല്ലല്ലോ പണിക്കരെ. അങ്ങനെ വിശ്വസിച്ചാൽ അതാണ് സത്യം, അല്ലെന്ന് വിശ്വസിച്ചാൽ അതും സത്യമാ. ഇതെല്ലാം സാക്ഷാൽ മഹാദേവന്റെ ഓരോ ലീലകളല്ലേ? ജേട്ടാ, ഭാർഗവ പണിക്കര് വെറുതെ ഒന്നും പറയില്ല. മേഘന ജീവനോടെ ഉണ്ടാവോ? ഒരുപക്ഷെ മരിച്ചിട്ടില്ലെങ്കിലോ? അരുണിമേ, മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന സത്യങ്ങൾ പറയാതിരിക്കുന്നവരാണ് മഹത് വ്യക്തികൾ. പണിക്കരും ആ ഗണത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് അറിയാലോ. മേഘന മരിച്ചു എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്നതിനേക്കാൾ എങ്ങോ ഒരിടത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കാനാ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള വെറുമ്പാക്കുകളാണ്. അങ്ങനെ കണ്ടാൽ മതി. കഴിഞ്ഞതൊന്നും മാറ്റാനാവില്ല. വിട്ടുപോയ ജീവനും തിരിച്ചു വരില്ല. അങ്ങനെയാണോ ജേട്ടാ? മേഘനയോടുള്ള സ്നേഹം കൊണ്ടാ നമുക്കിപ്പോഴും സത്യത്തെ അംഗീകരിക്കാൻ സാധിക്കാത്തത്. അവളില്ല എന്നുള്ള സത്യത്തെ എത്രയും പെട്ടെന്ന് അംഗീകരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് നമ്മളെയും പ്രശ്നത്തിലാഴ്ത്തും. നമ്മളിലൂടെ അത് നമ്മുടെ കുടുംബത്തെയും ബാധിക്കും. കാനനത്തിലേക്ക് യാത്രയായ സീതാദേവിക്ക് പിന്നെ എന്താണ് സംഭവിച്ചത്? സ്വജനങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് കാരിരുൾ കോമരം തുള്ളുന്ന വേളയിൽ സന്തോഷങ്ങൾക്ക് സമാധി കണ്ട് പ്രശ്നങ്ങൾക്ക് പൂരകമായി
ആ മഹാദേവിയുടെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്കാണ് എത്തിയത്. നിശ്ചലമായി കാലം കടന്നുപോയിക്കൊണ്ടിരിക്കെ നിശബ്ദതയുടെ ആഴങ്ങളിൽ മയങ്ങിക്കൊണ്ട് വർത്തമാനം എന്താണെന്ന് പോലും അറിയാതെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ലാതെ ഞാണിന്മേൽ തൂങ്ങിയാടുകയാണ് ആ ജീവിതം. എവിടേക്കുള്ള യാത്രയാണിത്? ആചാര്യ, ഇവർക്കിപ്പോഴെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കോമയിൽ നിന്ന് പുറത്തു വരാനുള്ള വല്ല ചാൻസും ഉണ്ടോ? ഇതാചാര്യ, ചോദിച്ച ഔഷധച്ചെടികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വല്ല മാറ്റം ഉണ്ടാവുമോ നോക്കാം. 3 മാസങ്ങളായിട്ട് എനിക്കറിയാവുന്ന എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട്. എന്റെ പരിജ്ഞാനത്തിനും അപ്പുറത്താണ് ഇവര്. കിട്ടാവുന്ന മരുന്നുകളും ഔഷധങ്ങളും എല്ലാം പ്രയോഗിച്ചു. എന്നിട്ടും ഒരു പ്രയോജനം കാണുന്നില്ല. നാരായണായ നാരായണ. ബസ് ആക്സിഡന്റ് ഉണ്ടായപ്പോ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന എന്റെ ഭാര്യയെ രക്ഷിച്ചത് ഇവരാ. അവളെ രക്ഷിക്കുന്നതിനിടയ്ക്ക് ഇവരെ തലയ്ക്ക് പരിക്കേറ്റാണ് അബോധാവസ്ഥയിലേക്ക് പോയത്. ആരാ എന്താന്നൊന്നും അറിയില്ല. 3 മാസമായില്ലേ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. എന്റെ ഭാര്യയുടെ ജീവൻ കാത്ത ദേവിയാ. അതുകൊണ്ടാ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഞാനീ പാടുപെടുന്നത്. ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണോ ആചാര്യ? ജീവൻ രക്ഷിച്ച വ്യക്തിയോട് ഉപകാരസ്മരണ തോന്നുന്നതിലൊന്നും ഞാൻ തെറ്റു പറയില്ല. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഫലം കിട്ടുന്ന ലക്ഷണമില്ല. എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുക.